സാർമാരെ, ഇവിടെ കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് ആ പരിശുദ്ധമായ ഹറമും മദീനയും കാണാതെ പോയവൻ എത്ര വലിയ ഭാഗ്യദോഷിയാണ് നിങ്ങൾ ആലോചിച്ചോക്കിയാണ്. കോടികൾ ആസ്തിയുണ്ട്, ലക്ഷങ്ങൾ ആസ്തിയുണ്ട്. ദേരോനാട് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ അവനോട് കഴിയില്ല. കൊണ്ടവിടെ പോകുമ്പം ബോധത്തോടു കൂടി പോണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് പോകാൻ ഞാൻ സാധാരണ ആൾക്കാരോട് പറയില്ല. എന്തുകൊണ്ട് പറയില്ല എന്നാല് പോകാൻ പറ്റണോ മാത്രം പോയാൽ മതി. അവിടെ ചില കല്യാണത്തിനെ കണ്ട അമ്മായി ബലങ്ങിക്കുണ്ടാവും. അങ്ങനെ വിളിച്ചതിന്റെ കല്യാണത്തിനന്ന് വരും, വന്നിട്ട് അവിടെ ഒരു കൊളാക്കലുണ്ട്. കണ്ടോ ഞങ്ങള്? തിന്നൂല്ല, പിന്നെ അവിടെ മാറിന്ന് ഇവിടെ മാറിന്ന്, അങ്ങനെ ബന്നോലൊക്കെ അറിയും വലിയ തമ്മിൽ ഇഷ്യുണ്ട്. ബന്നില്ലെങ്കിൽ ആരും അറിയില്ല. വന്ന് കൊളാക്ക, ഇതേമാതിരി പോയി കൊളാക്ക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പം തന്നെ വെറുപ്പുള്ള കോലത്തിൽ അങ്ങോട്ട് ചെല്ലണ്ടെന്നായി പറഞ്ഞ ഞാൻ. നിങ്ങൾ ചെന്നില്ലേൽ ഒരു കുഴപ്പമില്ല. എന്തിനാ ഹബീബിന്റെ കൽബിന് കുത്തി നോവിക്കുന്നത്? എന്തിന്? ജീവിതകാലം മുഴുവൻ പറഞ്ഞു തന്റെ പല്ല് ഷഹീദായി, തങ്ങളുടെ കവിളിൽ വളയങ്ങൾ കൊണ്ടുകയറി രക്തമൊലിച്ചു. ഉഹദിന്റെ ദിവസം തലയിൽ നിന്ന് രക്തം, മുഖത്തുനിന്ന് രക്തം, മുട്ട് പൊട്ടി അവിടുന്ന് രക്തം, ശരീരം ആസകല രക്തം. തങ്ങൾ തളർന്ന് വീഴാറായി. തങ്ങളെ താങ്ങിപ്പിടിച്ചാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് കൊണ്ടേ ഇരുത്തിയത്. ഇത്രത്തോളം ഈ ഉമ്മത്തിന് വേണ്ടി രക്തവും തങ്ങളുടെ പല്ലും തങ്ങളെ എല്ലാം ചെലവാക്കി ഉമ്മത്തിനെ വാർത്തെടുത്തിട്ട് ഹബീബിന്റെ വികാരത്തിന് വില കൊടുക്കാത്തവൻ എന്തിനു മദീനയിലേക്ക് പോകണം? നീ ജൂതനെ പോലെ, നീ നസ്രാനിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ എന്തിനങ്ങോട്ട് പോകണം? ഹദീസിൽ ഊഫുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. മീശ വെട്ടിൻ, താടി വിട്ടേക്കിൻ, എന്നിട്ട് വെറുതെ പറഞ്ഞില്ല ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂതനും നസ്രാനിനോട് നിങ്ങൾ എതിരാവണം എന്ന് പറഞ്ഞ നുബുവത്തിന്റെ നാവോട്ട് പറഞ്ഞ ആ ഹബീബിനെ കുത്തിനോവിക്കാൻ എന്തിനാ നിങ്ങൾ മദീനയിലേക്ക് പോണത്? നിങ്ങൾ പോണ്ട. മര്യാദയ്ക്ക് സുന്നത്തനുസരിച്ച് പോകാൻ കഴിയാത്തവൻ പോണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആ ഹബീബിനെ നിങ്ങൾ നോവിക്കരുത്. കാരണം ജൂതന് താടിയില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച നബിയാണത്. പിന്നെ ഹബീബിന്റെ ഉമ്മത്തിക്ക് താടിയില്ലെങ്കിൽ ഹബീബിന്റെ വേദന എന്തായിരിക്കും? പാശ്ചാത്യന്റെ കോലങ്ങൾ കെട്ടിട്ട് ഭൂമിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടായിരിക്കാം. നാളെ മശ്ശറയിൽ ഹബീബിന്റെ അടുക്കൽ നമുക്ക് ഒരു അഡ്രസ് ഉണ്ടാവില്ല. ഞാൻ തുറന്നു പറയാം, ഹബീബിന്റെ അടുക്കൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. നിങ്ങളെ ഭൂമിയിൽ താങ്ങി നടന്നവർ ഒരു പക്ഷെ അവിടെ നിങ്ങൾക്ക് ആരുണ്ടാവില്ല. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ട് നിൽക്കണ്ട. ഇത് നബി തങ്ങളുടെ വികാരമാണ്, ഹബീബിന്റെ വികാരമാണ്. ഒരു ഡസനിൽ കൂടുതൽ ഹദീസ് ഞങ്ങൾക്ക് സഹീഹായത് കാണിച്ചു തരാം. താടി വെക്കാനുള്ളത് എവിടുന്നാ ഈ ഉമ്മത്ത് താടി വരിക്കാൻ തുടങ്ങിയത്? ആരാണ് ഈ ഉമ്മത്തിനെ താടി വരിക്കാൻ പഠിപ്പിച്ചത്? അള്ളാന്റെ ഹബീബിന്റെ ഏതെങ്കിലും ഒരു സഹാബി താടി വരിച്ചിട്ടുണ്ടോ? അള്ളാന്റെ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ താടി വരിച്ചിട്ടുണ്ടോ? ആരുടെ ചര്യ നമുക്ക് കിട്ടിയത്? ഒരു പക്ഷെ ഭൂമിയിൽ മുസ്ലിമീങ്ങളുടെ അഡ്രസ്സിൽ നമുക്ക് ജീവിക്കാം. ആഖിറത്തിൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഹബീബിനെ നോവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോണ്ട. കാരണം ഹജ്ജിന്റെ ഫർളല്ല മദീനയിൽ പോൽ. എന്തിനാ പിന്നെ അവിടെ പോയിട്ട് വേദനിപ്പിച്ചു പോരുന്നത്? ജീവിതകാലത്ത് മുഖം തിരിച്ച ഹബീബ് പിന്നെ ഖബറിന്റെ അടുക്കൽ പോയി സലാം ചൊല്ലിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഹബീബിന്റെ ഹൃദയത്തിന്റെ നോവിന് അത് ഈ ഉമ്മത്തിന് ചെറുതല്ല നഷ്ടമുണ്ടാക്കുക. ഉമ്മത്ത് അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണം, സകല പ്രതിസന്ധികളുടെയും കാരണം ഹബീബിന്റെ ഹൃദയത്തിനെ നോവിച്ചതാണ്. നിങ്ങൾ മറക്കണ്ട. സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കൈപ്പുനീരിന്റെയും സകല പ്രയാസങ്ങളുടെയും ഏക കാരണം. വേറെ ഒന്നുമല്ല. വേറെ പലതും എക്കണോമിക്കും മറ്റേതും മറിച്ചതൊക്കെ നമ്മൾ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. സുന്നത്ത് നണ്ട് വ്യതിചലിച്ചു, അള്ളാന്റെ നോട്ടത്തിന് ഈ സമുദായം ഇല്ലാതായി. ബസ് ഇത്രയേ ഉള്ളൂ.